ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. റോസാ ചെടികളുടെ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോസ് നല്ല കൊലയായിട്ട് പൂക്കുകയും ചെയ്യും. എത്ര വർഷങ്ങൾ കേടാകാതെ, അതായത് ഉണങ്ങിപ്പോകാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടിപ്സും നല്ല ഫെർട്ടിലൈസറും എങ്ങനെയാണ് റോസ് കെയർ ചെയ്യേണ്ടതെന്ന് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റോസ് ചെടികൾ വളരെ ഈസി ആയിട്ട് കമ്പ് മുറിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് ഇതുപോലെയുള്ള നാടൻ റോസുകൾ നമുക്ക് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ റോസാ ചെടികൾ കെയർ ചെയ്യുമ്പോൾ അതിൻ്റെ പോട്ടിംഗ് സോയിൽ മുതൽ തന്നെ തുടങ്ങേണ്ടതുണ്ട്. പോട്ടിംഗ് സോയിൽ എന്ന് പറയുമ്പോൾ നല്ല റിച്ചായിട്ടുള്ള മാന്യൂർ വേണം റോസാ ചെടികൾക്ക് ചേർക്കാൻ വേണ്ടി. അത് ഞാൻ എളുപ്പം ഒന്ന് പറഞ്ഞു തരാം. റോസ് നിങ്ങൾ ചട്ടിയിലാണെങ്കിൽ അതിൽ നമ്മൾ പൊട്ടാഷ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, സൾഫർ ഇതെല്ലാം ചേരണം. എന്നാൽ മാത്രമേ പൊട്ടാഷ്യം നല്ല രീതിയിൽ റോസ് ചെടികൾക്ക് കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി ചേർക്കുക, എല്ലുപൊടി ചേർക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് കൂടെ ചേർക്കുക. പിന്നെ മണ്ണ്, മണൽ, കൊക്കോപ്പീറ്റ്, ഇത് മൂന്നും ചേർത്ത് വേണം നമ്മളെപ്പോഴും മണ്ണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിൽ നല്ലതുപോലെ ചേർത്തേക്കുന്നത് ചാണകപ്പൊടിയാണ്. ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ച ചാണകം കിട്ടുമെങ്കിൽ അത് വെള്ളത്തിൽ നല്ലതുപോലെ നല്ലപോലെ വെള്ളവും കൂടെ മുക്കി പച്ച ചാണകം വെക്കുക. അത് 2 ദിവസത്തോളം വെള്ളത്തിൽ ഇങ്ങനെ പച്ച ചാണകം ഒഴിച്ച് ഇട്ടേക്കുക. 2 ദിവസം കഴിയുമ്പോൾ ഈ പച്ച ചാണകം നമ്മൾ 2-3 ഇരട്ടി വെള്ളത്തിൽ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റോസ് നല്ല രീതിയിൽ പൂക്കാൻ ഇത് നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. അതുപോലെ പച്ചില വളങ്ങളും റോസ് ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് റോസിൻ്റെ ഗ്രോത്ത് നല്ലതുപോലെ വളരാൻ ഈ പച്ചില വളങ്ങൾ സഹായിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. ഇത് നല്ലപോലെ വെള്ളത്തിൽ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അലിയിച്ചും ചെടികൾക്ക് സ്പ്രേ ചെയ്തും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പേര് DAP എന്നാണ്. ഈ ഒരു വളത്തിൻ്റെ അകത്ത് ധാരാളം നൈട്രജൻ ഉണ്ട്, അതുപോലെ ഫോസ്ഫേറ്റ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഇതുപോലുള്ള നമ്മുടെ ചെടിക്ക് വേണ്ട അടിസ്ഥാന മൂലകങ്ങളൊക്കെയും തന്നെ ഈ DAPക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. DAP എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇത് നമുക്ക് 1 സ്പൂൺ എന്ന അളവിൽ നമുക്ക് ഓരോ റോസ് ചെടികൾക്കും ഇട്ട് കൊടുക്കാം. പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ റോസ് പൂക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് ഈ NPK, അതുപോലെ തന്നെ DAP എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെടികൾ നല്ലതുപോലെ പൂക്കാൻ തുടങ്ങും. പക്ഷേങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കത്തില്ല. ആ ഒരു വളത്തിൻ്റെ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം പൂവ് ഉണ്ടാകുമെന്നല്ലാതെ പിന്നീട് ആ ചെടിക്ക് ആ ഒരു ഗ്രോത്തും ആ ഒരു വളർച്ചയൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ തന്നെയാണ് കടലപ്പിണ്ണാക്ക് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു ഗ്രോത്തും പെട്ടെന്ന് നമുക്ക് പൂവൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള DAP ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇടാറുണ്ട്, ഇടയ്ക്ക് മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പോഴും നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ ചെറിയ ഗ്രാന്യൂൾസ് പോലെയാണ് കിടക്കുന്നത്. ഇത് നമുക്ക് കൊണ്ടുപോയി ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെയുള്ള വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റോസ് ബ്ലൂം, റോസ് ഫെർട്ടിലൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ വാങ്ങുന്ന ഫെർട്ടിലൈസേഴ്സ് ഒരു നല്ലൊരു റൈറ്റ് ബാലൻസിലായിരിക്കണം. അതായത് നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതുപോലെ തന്നെ വേറെ കുറേ മൈനർ ന്യൂട്രിയൻസ്, ഇതൊക്കെ ഒരു നല്ലൊരു ബാലൻസിലാണെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു നറിഷ്മെൻറ്റ് കിട്ടി നല്ല ബുഷിയായിട്ട് ഇതേപോലെ റോസ് വരത്തുള്ളൂ. അതിൻ്റെ ഒരു ഒപ്റ്റിമം ഗ്രോത്ത്, നല്ല ഒരു ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ന്യൂട്രിയൻസ് എല്ലാം ഒരുപോലെ ചെടിക്ക് കിട്ടണം. പല കൂട്ടുകാരും പറയാറുണ്ട് റോസ് അങ്ങോട്ട് കിളിച്ച് വരുന്നില്ല, ഉണങ്ങി പോവുകയാണ്, പൂക്കുന്നില്ല എന്നൊക്കെ. അത് പക്ഷേങ്കിൽ അതിൻ്റെയൊക്കെ പ്രധാന കാരണം
കറക്റ്റ് ന്യൂട്രിയൻസ് അതിന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ല അളവിൽ നല്ല ഫെർട്ടിലൈസേഴ്സ് വാങ്ങി ഇട്ട് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വളം ഇടുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വളം ഇട്ട് കൊടുക്കാവൂ. പിന്നെ നമ്മൾ ഇതുപോലെ ഇളക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ റൂട്ട്, അതായത് വേരിന് ഒട്ടും കേടുവരാൻ ഇടയാകരുത്. വേരിന് കേട് വന്നു കഴിഞ്ഞാൽ റോസ് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ കിളിച്ച് വരുന്ന കളകൾ, ഇപ്പോൾ ഈ റോസിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ട്. ആ കളകൾ നമ്മൾ കറക്റ്റ് സമയത്ത് പറിച്ചു മാറ്റണം. പറിച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ റോസ് ശോഷിച്ചും പോകും, നമ്മുടെ കളകൾ നല്ലപോലെ കിളിച്ചു വരികയും ചെയ്യും. അതായത് നമ്മുടെ ചെടിക്ക് കൊടുക്കുന്ന ഈ ന്യൂട്രിയൻസൊക്കെയും ഈ കളകൾ വലിച്ചെടുക്കും. അപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കളകളൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ പറിച്ച് കളയണം. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇടുമ്പോൾ നമ്മൾ വേരിനോട് ചേർത്ത് ഇട്ട് കൊടുക്കൽ. അതായത് അതിൻ്റെ സൈഡിലായിട്ട്, അതിൻ്റെ വേരിൻ്റെയൊക്കെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറി നമ്മുടെ ചട്ടിയുടെ സൈഡിനോട് ചേർന്ന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു നമ്മുടെ ഇത് ശരിക്കുമുള്ള ഒരു ബ്രാഞ്ചല്ല, അതിൻ്റെ നമ്മൾ ബഡ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന വേറെ ഒരു നാടൻ ഇതല്ലാത്ത, അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കിളിച്ച് വരുന്ന കളകൾ പോലുള്ള കാട്ട് റോസിൻ്റെ തണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ ശരിക്കുമുള്ള റോസ് ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാട്ട് റോസിൻ്റെ ബ്രാഞ്ചാണ് ആ കിളിച്ച് വന്നത്, അത് നമ്മൾ കറക്റ്റ് സമയത്ത് അത് മുറിച്ച് കളയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഓസ് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മഗ്ഗിൽ ഒഴിക്കുകയാണെങ്കിലും വളരെ ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിക്കല്ലേ. അപ്പോൾ ഇത് വളരെ സ്ലോലി, ഫോഴ്സ് കുറഞ്ഞ രീതിയിൽ വേണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ആൻറ്റി ഫംഗലായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി നല്ലതുപോലെ യൂസ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിന് ഒരുമാതിരിയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ സഹായിക്കും. മഞ്ഞൾപ്പൊടി ഇതേപോലെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കൂട്ട് തന്നെ വളരെ നല്ലതാണ്, സാഫ് എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ പൗഡർ വാങ്ങാൻ കിട്ടും. അതും ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നീം ഓയിലും വളരെ എഫക്റ്റീവാണ് റോസ് ചെടികൾക്ക് വരുന്ന ഇൻഫെക്ഷനിൽ നിന്നൊക്കെ റോസ് ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഇതുപോലെയുള്ള നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ അടിഭാഗത്തും ഒരേപോലെ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വളരെ എഫക്റ്റീവാണ് റോസ് ചെടികൾ നല്ല രീതിയിൽ കിളിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് റോസ് കെയർ ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, നിറയെ മുട്ടുകളും പൂക്കളുമായിട്ടാണ് ഇത് കിളിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ റോസ് നിറയെ പൂക്കാനും അതുപോലെ നിറയെ നല്ലപോലെ ഇലകളുണ്ടാകാൻ മെയിനായിട്ട് നമ്മൾ പച്ചില വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്ന NPK ഇച്ചിരി വെള്ളത്തിലിട്ടതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റോസ് ചെടികൾ നല്ല രീതിയിൽ വളരാൻ സഹായിക്കും. പിന്നെ നമ്മൾ റോസിൻ്റെ പൂ ഉണ്ടായതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് താഴെ വെച്ചത് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയാൻ ചെടികൾ വീണ്ടും നല്ല ബുഷിയായിട്ട് കിളിച്ച് വരും, നല്ല തണ്ടിനൊക്കെ ഒരു കട്ടിയോടെ വരാൻ സഹായിക്കും. ഇപ്പം നിങ്ങൾ ഈ ഒരു റോസ് നോക്കിയാൽ മനസ്സിലാവും, ഒരു കമ്പിനൊന്നും ഒരു കട്ടിയില്ലാതെ ഇങ്ങനെ നീണ്ട് വളർന്നു പോയൊക്കെയാണ്. അപ്പോഴത് കുറച്ച് താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റോസ് പിന്നീട് അതിന് കട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ താഴെ വെച്ച് തന്നെ നല്ല പോലെ കമ്പിനും ഒരു ബലത്തോടെ അത് വളർന്നു വരും. പിന്നെ പുതിയ ബ്രാഞ്ചസും വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ വേനൽക്കാലത്ത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ഇയർബഡ്സോ അല്ലെങ്കിൽ കോട്ടനോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. നല്ല മഞ്ഞൾപ്പൊടിക്കകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി അത് കോട്ടൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ
ഈ ഡൈബാക്ക് ഡിസീസ് ഉണ്ടാകത്തില്ല. അതായത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്നില്ല എങ്കിൽ ചെടി കറുത്ത് താഴേക്ക് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിന് ഡൈബാക്ക് ഡിസീസ് എന്ന് പറയും. അപ്പോഴത് വരാതിരിക്കാൻ നമുക്ക് ഒന്നുകിൽ ഈ മഞ്ഞൾപ്പൊടി നമുക്ക് തേച്ച് കൊടുക്കാം, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റി ഫംഗൽ പൗഡേഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് റോസിനെ കെയർ ചെയ്യുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, നമ്മൾ റോസ് കട്ട് ചെയ്യുമ്പോൾ അത് പൂ വന്നതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ നടാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യേണ്ടത് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞ് ഒരുപാട് സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതിരിക്കുക. കാരണം അത് വീണ്ടും ഫംഗൽ ഇൻഫെക്ഷൻസ് ചെടികൾക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോഴേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.